നിങ്ങൾ ഡൽഹിയിൽ ഒരു വെഹിക്കിൾ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നത് ബെസ്റ്റ് ടൈമാണ്. കാര്യം ഇന്ന് മുതൽ ഡൽഹിയിൽ ഫ്യൂർ കൊടുക്കുന്നത് നിർത്തിയിട്ടുണ്ട്. ഇന്ന് മുതൽ അവർക്ക് ഫ്യൂർ കൊടുക്കുന്നില്ല. പെട്രോളിൽ ശക്തമായ നിരീക്ഷണം, ക്യാമറ അടക്കം സ്ഥാപിച്ചുള്ള നിരീക്ഷണം പെട്രോളിലുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ തുച്ഛമായ വിലക്ക് ഫോർച്യൂണർ ഒരു 14 മോഡൽ 15 മോഡലൊക്കെ വരുന്നതിന് 3 ലക്ഷം 4 ലക്ഷം രൂപയാണ് ഡൽഹിയിൽ വരാം. ഞാൻ പല സ്ഥലത്തും അന്വേഷിച്ചു. ഈ ഒരു വീഡിയോ കണ്ടിട്ടേ ഡൽഹിയിലേക്ക് വാഹനം എടുക്കാൻ പോകുന്ന ആളുകൾക്ക് അതിൻ്റെ സത്യാവസ്ഥ പറയാനാണ് നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. ഡൽഹിയിൽ 2 ലക്ഷം രൂപക്കും 3 ലക്ഷം രൂപക്കും ഫോർച്യൂണർ, അതുപോലെ താറ്, അതുപോലെ തന്നെ ഇന്നോവ ക്രിസ്റ്റ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഒരു വീഡിയോ 2-3 ദിവസമായിട്ട് ഫേസ്ബുക്കിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇത് സത്യാവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കിട്ടുന്ന 2 ലക്ഷം രൂപക്കും 3 ലക്ഷം രൂപക്കും വാഹനം ഉണ്ട്. പക്ഷേ ആ വാഹനം നമ്മൾ കേരളത്തിലേക്ക് കൊണ്ടുവന്നിട്ട് എന്താക്കാൻ പറ്റില്ല, NOC കിട്ടുന്നില്ല. ആ വാഹനം ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഇവിടെ നമ്പറാക്കാനോ യൂസ് ചെയ്യാനോ കഴിയില്ല. അപ്പോൾ ഈ ഒരു സത്യാവസ്ഥ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക്. കാരണം ഇങ്ങനത്തെ വീഡിയോ കണ്ടിട്ട് ഇപ്പോൾ ഇന്നലെ ആയിട്ടും ഇന്നായിട്ടും ഒക്കെ പല ആളുകളും വിളിക്കുന്നുണ്ട്, ഡൽഹിയിൽ പോയി വണ്ടി എടുത്താൽ നല്ല ലാഭം കിട്ടൂലേ, അതുപോലെ തന്നെ ഫോർച്യൂണറിനൊക്കെ ഇവിടുത്തെ മാർക്കറ്റൊക്കെ ചോദിക്കേണ്ട ആളുകൾ ഇവിടുത്തെ വിലയൊക്കെ. കാരണം അവിടുത്തെ വില ഇത്രയാണ് എന്ന് അറിഞ്ഞ ഒരു ഇതിൽ വിളിക്കുകയാണ്. അപ്പോൾ സത്യാവസ്ഥ എന്താ വെച്ചാൽ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നമുക്ക് ഒരു വാഹനം എടുക്കുകയാണെങ്കിൽ ഒരു 3-4 ലക്ഷം രൂപ കുറവുണ്ട് സത്യം തന്നെ. പക്ഷേ അത് നമുക്ക് NOCയും കാര്യങ്ങളൊക്കെ എടുത്ത് ഇവിടെ ലൈഫ് ടാക്സൊക്കെ അടച്ച് നമ്പറാക്കി വരുമ്പോൾ 1 ലക്ഷം രൂപേൻ്റെ ഒക്കെ ഒരു വ്യത്യാസം ഉണ്ടാവും. അതിന് ആ വാഹനങ്ങൾ ക്വാളിറ്റി കുറവും, അതുപോലെ തന്നെ അത് കിലോമീറ്റർ കണ്ടമാനം ഓടിയ വാഹനങ്ങളൊക്കെയാണ് അവിടെ നിന്ന് പോകുന്നത്. അതെല്ലാവർക്കും അറിയാം അതിൻ്റെ സത്യാവസ്ഥ. പക്ഷേ ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് വരുന്ന ഈ പെട്രോൾ പമ്പിൽ നിന്ന് എണ്ണ കിട്ടുന്നില്ല, ഫ്യൂൽ കിട്ടുന്നില്ല എന്നൊക്കെയുള്ള പരാതി കാര്യങ്ങളൊക്കെ ആയിട്ട് വാഹനങ്ങൾ വളരെ വില കുറച്ച് 2 ലക്ഷം രൂപക്കും 3 ലക്ഷം രൂപക്ക് കിട്ടുന്ന വാഹനങ്ങൾ നമ്മൾ വലിയ ലാഭമാണെന്ന് കരുതിയിട്ട് വാഹനം വാങ്ങാൻ പോയി കഴിഞ്ഞാൽ NOC കിട്ടൂല, ഇങ്ങോട്ട് വന്നിട്ട് നമ്പറാക്കി ഇവിടെ ഉപയോഗിക്കാൻ കഴിയില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ ഉപകാരപ്പെടുമെങ്കിൽ നിങ്ങൾ സുഹൃത്തുക്കളിലേക്കൊക്കെ ഷെയർ ചെയ്യുക. ഇങ്ങനത്തെ ഫേക്ക് ന്യൂസുകൾ നമ്മൾ ശ്രദ്ധിക്കുക. അത് പെട്ടെന്ന് പോയിട്ട് നമ്മൾ ക്യാഷ് എന്ത് ചെയ്യണ്ട, കളയണ്ട. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുള്ളത്. ഓക്കെ.